അനോണിമസ് ഹലോ ബ്രോ. ഫേസ് ഇല്ല. ഫേസ് ഇല്ല, അറിയാം. നിങ്ങൾക്ക് എന്നെ അറിയാം ഏ അല്ലെ? എന്നെ അറിയാം, നല്ലോണം ആ അറിയാം. മനസ്സിലായി, ആളാരാന്ന് മനസ്സിലായി, പറഞ്ഞു. അല്ല, ഇനിയിപ്പം ഈ ട്രാൻസ്ഫർ പോളിസിയും പ്ലെയർ പൊസിഷനെയും പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പേര് സംസാരിച്ചല്ലോ. അപ്പൊ അതെ ഈ അതെ. നമ്മുടെ ഈ ക്ലബ്ബ് സെയില് പെട്ടെന്ന് ആവാത്തോണ്ടുള്ളൊരു വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അസറ്റ്സ് ഇല്ല. ഉം. ഇതൊരു ആ, സത്യമായിട്ടൊരു ഫാക്ടറാണ്. ഇപ്പൊ ഒരു ഓൺ അതെ. ട്രെയിനിങ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേഡിയം ഒക്കെ അതൊരു ഒരു ഡ്രീമാണ്. അത് ഒരിക്കലും നടക്കൂല അൺലെസ് രണ്ടിലും ഒരു വലിയൊരു കോർപ്പറേറ്റ്, ഇപ്പൊ ടാറ്റ പോലൊരു കോർപ്പറേറ്റില് അവർക്കൊരു ഓൺ സ്റ്റേഡിയം. അത് വർഷങ്ങളായിട്ട് അവരൊരു അക്കാഡമി നടത്തുന്നതുകൊണ്ടാണ് ആ സ്റ്റേഡിയം വന്നത്. ഇപ്പൊ ഈവൻ ഇപ്പൊ ഈ JSW BFC ഓണേഴ്സ്, അവർക്ക് പോലും ഒരു സ്റ്റേഡിയം ഇല്ല. അവർ ആക്ച്വലി BFS, അതായത് ബാംഗ്ലൂർ ഫുട്ബോൾ സ്റ്റേഡിയം, അതില് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അത് നടന്നില്ല. അത് പല ലീഗൽ ഇഷ്യൂസ് കാരണം നടന്നില്ല. അപ്പൊ ഈ അസറ്റ്സ്, ഇപ്പൊ ഹൈദരാബാദിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഹൈദരാബാദിന്റെ സെയില് അതായത് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ബിറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് കോർപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഒരു കോർപ്പറേറ്റ് ആണ് ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്നത്. അത് അവർക്ക് ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ട്. അവര് ഒരു 2 സീസണോ 1 സീസണോ മുന്നേ അവര് അത് വാങ്ങിച്ചിട്ടായിരുന്നു. ട്രെയിൻ പിന്നെ പൂനെ സിറ്റി FC ഒരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അത് പൂനെ FC എന്നാണ് വാങ്ങിച്ചത് ആ ട്രെയിനിങ് ഫെസിലിറ്റി. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ISL നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആക്ച്വലി ഈ റൗണ്ട് ഗ്ലാസ് പഞ്ചാബ്, നമ്മുടെ പഞ്ചാബ് FC, അവർക്ക് മറ്റേ മിനർവയുടെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് അസറ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പൊ ഒരു നമുക്ക് അസറ്റ്സ് ആയിട്ട് ഒന്നുമില്ല. ഇപ്പൊ എല്ലാം ടൈപ്പോ അല്ലെങ്കിൽ ലീസോ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പനമ്പള്ളി ഗ്രൗണ്ട് എനിക്ക് അറിഞ്ഞൂടെ എന്ത് രീതിയിലാണ് അവര് ടൈപ്പ് ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ആണോ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം സ്വന്തമായ ഒരു ഗ്രൗണ്ട് വരാൻ പോകണമെന്ന് പറയാം, ട്രെയിനിങ് ഗ്രൗണ്ട്. അതുപോലും ഞാൻ അല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ സ്വന്തമായിട്ട് വരാൻ പോകുന്നത് അതൊരു ഗ്രേറ്റ് ഡിസിഷൻ ആണ്, അങ്ങനെ വാർത്ത വന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് സ്വന്തമായിട്ടല്ല, ഈ പറയുന്ന ഒരു ലീസ് പോളിസി തന്നെയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സ്വന്തമായി വരാൻ പോണെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇപ്പൊ അവസാനം അത് ലീസാണെന്ന് പറയുന്നത് കേൾക്കുന്നു. എന്നിട്ട് അതിന് ന്യായീകരിച്ച് ഒരുപാട് പേരുണ്ട്. ലീസാണെങ്കിൽ എന്ത്, അത് ഓൺ ലീസ് എന്ന് പറയുന്നത് ഓൺ അല്ലേ? അതെങ്ങനെയാണ് ഓൺ ആവുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ലീഗൽ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല. ഇപ്പം നമ്മുടെ മാനേജ്മെന്റ് ഒക്കെ നമുക്ക് മതിയായി, നമുക്കിത് സെയിൽ ചെയ്യാം എന്നൊരു ഇത് വരുമ്പം ഇത് വാങ്ങിക്കുന്ന ആൾക്ക് ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചുള്ള പൈസ മാത്രമേ കൊടുക്കാൻ പറ്റൂ. എന്താ ആസറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒന്നുമില്ല ഇവിടെ. ഒരു സ്റ്റേഡിയത്തിൽ ഒരു ഓഫീസ് എന്നുള്ള അല്ലാതെ വേറെന്താണ് ഇവർക്കുള്ളത്? അപ്പം ഇവര് കൊടുക്കുന്ന പ്രൈസ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് ആണ് നമ്മുടെ മാനേജ്മെന്റ്. പിന്നെ കുറെ കണ്ടീഷൻ, അവർക്ക് ഒരു സ്റ്റേക്ക് വേണം, ഒരു മൈനോറിറ്റി ഷെയർ വേണം എന്നൊക്കെ പറഞ്ഞാൽ ആര് വാങ്ങിക്കാൻ വരും? അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഹൈദരാബാദ് ഇത്രയും പ്രശ്നങ്ങൾ നടന്ന ഒരു ക്ലബ്ബ് വാങ്ങിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാങ്ങിക്കാൻ എത്ര പേര് വന്നു? അപ്പൊ തീർച്ചയായിട്ടും ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബിനെ വാങ്ങിക്കാൻ ഒരുപാട് പേരുണ്ടാവും, ഉറപ്പാണോ? പക്ഷെ അതിനെ ശ്രമിക്കുന്നില്ല. ഇവര് ഒരു എന്താ ക്യാഷ് കൗ എന്ന് നമ്മൾ പറയില്ല, ക്യാഷ് കൗ, അതാണ് ഇവര് ക്ലബായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഇവര് സീരിയസ് ആയിട്ട് ഇതിന് ആംബിഷൻ കൊണ്ടുവരണമെങ്കിൽ ഇതിൽ ഒരു ആർക്കേ പറ്റൂ, ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ ഫാൻസുകാരോ നിശ്ചയിക്കണം. അതാണ് ഈ പിന്നെ എന്താ ഇപ്പം ചിലരൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ഒന്നുമില്ലെങ്കിലും അവര് പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഇത്രയും നഷ്ടത്തിൽ ഓടുന്ന ഒരു ഫുട്ബോൾ ബിസിനസ്സിൽ അവര് നിൽക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വേറെ ആര് വാങ്ങാനാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിൽ പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഹൈദരാബാദിന്റെ കേസ് പറഞ്ഞപ്പോ ബ്രോ പറഞ്ഞ് എത്ര ഓണേഴ്സ് അല്ലെങ്കിൽ എത്ര ആളുകൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം KBC പോലത്തെ ഒരു മാർക്കറ്റിൽ അവർ പ്രോഫിറ്റബിൾ അല്ലെങ്കിലും ഒരു ബ്രാൻഡ് വരുമ്പോഴത്തേക്കും ഇപ്പം അതാണല്ലോ മെയിൻ ആയിട്ട് ഈ ഫുട്ബോളിൽ നിന്ന് പൈസ ഉണ്ടാക്കി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാന്നുള്ളതല്ലല്ലോ ഒരു ഫുട്ബോൾ ബിസിനസ് എന്ന് പറയുന്നത്. ഈ
ഈ പറഞ്ഞ പോലെ ഈ റോമൻ അബ്രഹാമോവിച്ചിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളുടെ ഒക്കെ പേര് ഇപ്പം കേരളത്തിലുള്ള ആളുകൾ പോലും ഇത്ര ഫെമിലിയർ ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് അവർ അങ്ങനെ ഒരു ക്ലബിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഒരു സക്സസ് വന്നോണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ അതായത് മുന്നേ ഒരാൾ നമ്മുടെ അടുപ്പുള്ള ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഫുട്ബോൾ ബിസിനസ് ഒരിക്കലും പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് അല്ല. വളരെ ചുരുക്ക ക്ലബ്സിന് മാത്രമേ പ്രോഫിറ്റ്സ് ഉണ്ടാവും, ബാക്കി എല്ലാം നഷ്ടത്തിലാണ് കൂടുന്നത്. അപ്പം ഇപ്പൊ ഹബീബ് പറഞ്ഞ പോലെയാണ് അത് ഒരു മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അതായത് ഈ ഫുട്ബോൾ ക്ലബ്ബ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു എൻ ഐ ടി അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നെയിം അല്ലെങ്കിൽ അവിടെ എന്താണ് മൊത്തത്തിൽ അവിടെ ഒരു ബ്രാൻഡ് വാല്യൂ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സൈഡ് ബിസിനസ് ആണ് ഈ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓണേഴ്സ് ആയ നമ്മുടെ പ്രസാദ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് മെയിൻ ബിസിനസ് ഒരുപാടുണ്ട്. റോഡ് കൺസ്ട്രക്ഷൻ, ഫാർമ, അങ്ങനെ ഒരുപാടുണ്ട്. അവര് വൺ ഓഫ് ദി സൈഡ് ബിസിനസ് ആണ് ഈ ഫുട്ബോളും നമ്മുടെ ഈ കബഡി ടീം. അപ്പം അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഗ്രൂപ്പാണ് അവര്. അവര് പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ ഈ വലിയൊരു ബില്യനേഴ്സിനൊക്കെ ഒരു ഹോബി പോലെയാണ് അവർ ഇത് ചെയ്യുന്നത്. കാരണം ഇതിപ്പോ നമ്മളൊരു ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പണം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ക്ലബ്ബ് വാങ്ങാന്ന് വിചാരിക്കുക, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ക്ലബിനെ വാങ്ങാന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ക്ലബിന്റെ ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഇതാണല്ലോ. ഇതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതെ, അതായത് ഇത്രേ ഉള്ളൂ, ഒരു സീസണോ 2 സീസണോ അത്യാവശ്യം സ്പെൻഡ് ചെയ്ത് നല്ല പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് ഒരു ഫുട്ബോൾ ഫിലോസഫിയിൽ പ്ലേയേഴ്സിനെ, ഫോറിൻ പ്ലേയേഴ്സോ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒരു സീസണോ 2 സീസണിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് വരും. അതിപ്പോ 3 ട്രോഫീസ് ഉണ്ട്, ISL ഉണ്ട്, ISL ഷീൽഡും ഉണ്ട്, ദുരന്ത് കപ്പും ഉണ്ട്, സൂപ്പർ കപ്പും ഉണ്ട്. അത് 4 ട്രോഫീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ KPFCയുടെ കാര്യമാണ് പറയുന്നത്, ബാക്കി ക്ലബ്സിലല്ല, ഇതിൽ ഏതെങ്കിലും ഒരു ട്രോഫി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്ലബ്ബ് ഗോവയിൽ ഫൈനലിൽ എത്തിയിട്ട് ടീം റിട്ടേൺ വന്നപ്പം, അതായത് കൊച്ചി എയർപോർട്ടിൽ റിട്ടേൺ വന്നപ്പം നമ്മുടെ ടീമിന് ഒരു സ്വീകരണം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച ഒരു ട്രോഫി ആയിട്ട് വരുമ്പോ ക്ലബിൽ എന്തുമാത്രം ഫാൻസ് അവരെ സ്വീകരിക്കുക, എത്രമാത്രം ഫാൻസ് ഉണ്ടായി, അത് തീർച്ചയായിട്ടും ആ ക്ലബിന്റെ ഒരു മാർക്കറ്റ് വാല്യൂയും ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അത് ലോങ്ങർ റണ്ണിൽ ഇവർക്ക് ഹെൽപ്ഫുൾ ആണ് മാനേജ്മെന്റ്. അതും വെച്ച് സ്പോൺസേഴ്സിനൊക്കെ കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെക്കാളും പഠിപ്പും വിവരമുള്ളവരായിരിക്കും ക്ലബിനകത്ത്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെ, എക്സാക്ട്ലി. അത് തന്നെയാണ് നമ്മൾ ഇപ്പം നിഖില് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ചാനലിലൊക്കെ തന്നെ. അതായത് നമ്മള് ഈ കഴിഞ്ഞ വർഷം UAE ടൂർണമെന്റ് കളിക്കാൻ പോയപ്പോൾ നമ്മൾ ഏഷ്യയിലും ഇനി നമ്മൾ ടൂർണമെന്റ്സ് ഒക്കെ സ്ഥിരം കളിക്കും. അങ്ങനെ നമ്മൾ ഏഷ്യയിൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കും, അവിടെ മലയാളീസ് ഉള്ളതുകൊണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ ടൂർണമെന്റിൽ പോയി ആരും കാണാത്ത മാച്ച് കളിക്കേണ്ട ആവശ്യമില്ല. ഈ AFC കളിക്കാം. നമ്മൾ വെസ്റ്റ് റീജിയനിലാണ് ഉള്ളത്. നമ്മുടെ മലയാളികൾ ഉള്ള കുവൈറ്റിലോ ഖത്തറിലോ സൗദിയിലോ ഒക്കെ പോയി കളിക്കാം നമ്മൾ ചാമ്പ്യൻസ് ആയി കഴിഞ്ഞാൽ. സോ അതില്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ ഇൻവിറ്റേഷൻ ടൂർണമെന്റ് പോയി കളിച്ചിട്ട് പിന്നെ അത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ AFCയുടെ ബാറ്റയും കിട്ടും, ഈ ട്രാവൽ അലവൻസ്, ഈ ഓരോ സ്റ്റേഡിയം. അവരുടെ ബാറ്റ് എന്ന് പറയുന്നത് നല്ല പൈസയാണ്. അതെ, നല്ല ആ എമൗണ്ടും കിട്ടും. ഈ പറയുന്ന പോലെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ GCC മാർക്കറ്റ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം KBFCയുടെ ഫോളോവേഴ്സിൽ ഈ നമുക്കറിയാം ഈ ഫാൻ ഗ്രൂപ്പിന്റെ ഒക്കെ തന്നെ ഗൾഫ് വിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഈ നമ്മുടെ അറിയാലോ, ഈ KBFCയുടെ മാച്ച് കാണാൻ പോയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫുള്ളാണ്. നമ്മുടെ ഈ ISL ഒരു മാച്ചിന് സ്വന്തം നാട്ടിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഫാൻസ് ഗൾഫിൽ നടന്നിട്ടുള്ള ഒരു മാച്ചിന് അവിടുത്തെ KBFC ഫാൻസ് ഉണ്ടായിരുന്നു. അതാ പറഞ്ഞ അങ്ങനത്തെ ഇത് ഭയങ്കര വലിയ സാധ്യതയാണ്. ഇത് ഇവര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ല, ഇപ്പൊ ബ്രോ പറഞ്ഞ പല സാധ്യതകളും ഈ ക്ലബിന് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അതൊന്നും അതായത് നമ്മളെക്കാളും പഠിപ്പും വിവരമുള്ള ടീമുകൾ ഇതിനെ കാണുന്നില്ല എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഫ്രസ്ട്രേഷനും നമുക്ക് ഇത്രയും ഇത് വരും. സാധാരണ ഫാൻസായി നമ്മൾ പോലും ഇത് സംസാരിക്കുന്നു, എന്തുകൊണ്ട് ഇവരത് ചെയ്യുന്നില്ല? അതെ, തീർച്ചയായിട്ടും അതാണ് ആ ഒരു അതല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ
ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ തന്നെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമുക്കറിയാവുന്ന തന്നെ പല ഫാൻസും ഇപ്പൊ ഈ പറയുന്ന പോലെ മടുത്ത അവസ്ഥ വന്ന പലരും കണ്ടിട്ടുണ്ട്. കളി കാണുന്ന ഇപ്പം നമ്മളൊക്കെ കളി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയിൽ കാണുന്ന ആളുകളുണ്ടായിരിക്കും. അതും വേണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് ആരാധകരുണ്ട്. ഇനി ഇവരെയും കൂടി എല്ലാം ഒഴിവാക്കിയിട്ട് അവസാനം ഇവര് ഒഴിഞ്ഞു പോകാനാണോ അല്ലെങ്കിൽ എന്നിട്ട് ഇതിലോട്ടൊക്കെ കടക്കാനാണോ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം SLK ക്ലബ്സ് ഒക്കെ വരുന്നുണ്ട്. അവരിനി ആ സാധ്യത അവര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഇപ്പൊ ഇല്ല, മൊണോപ്പൊളിയാണല്ലോ. അതെ 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 അതെ. അല്ല ഈ പറയുന്ന ഫാൻസ് ഇല്ലേ, ഈ ബ്രോ പറഞ്ഞ അതായത് ഈ മെന്റൽ ഹെൽത്ത് കാരണം ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് സീസൺ ജനുവരിന് ശേഷം ഞാൻ ഒരു മാച്ചസ് പോലും ഞാൻ കണ്ടില്ല. കാരണം എന്റെ മെന്റൽ ഹെൽത്ത് എഫക്ട് ചെയ്യുന്ന എനിക്ക് തോന്നിയോണ്ട് ഞാൻ മാച്ചസ് ഒന്നും കാണാൻ പോയില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സീസൺ അവസാനിച്ചത്. കാരണം ഞാൻ വലിയ ഇതായിട്ട് പറയണതല്ല, കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ പറ്റി നമുക്ക് അറിയാലോ, നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് അതിനെ പറ്റി. അപ്പം അതേപോലെ തന്നെയാണ് അവസാനം സീസൺ എൻഡ് ചെയ്ത് അവസാനം കോച്ചിനെ സാക്ക് ചെയ്ത്. അപ്പം ഇത് ഈ പറയുന്ന ഈ മെന്റൽ ഹെൽത്ത് കൊണ്ട് ചെറുതല്ല. ഒരുപാട് ഫാൻസിന് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഇതില്ലേ, ഒരുപാട് പേര് നമ്മുടെ ഇത് പറഞ്ഞു നമ്മുടെ സമാധാനം കളയുന്നുണ്ട്. അത് ഓക്കെ, ഇപ്പം കുറച്ച് ഫാൻസിന്റെ ഒരു പെർസെന്റേജ് ഓഫ് ഫാൻസിന്റെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പ്ലെയറിന് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം, അതൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്രയും ഫാൻസ് പാഷനായിട്ട് ഈ ക്ലബിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഓരോരുത്തർ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഈ വാട്സാപ്പ്, അതായത് പൈസ ഇല്ലാതെ പൈസ കടം വാങ്ങിച്ച് ഗോവയ്ക്ക് നമ്മൾ കളി കാണാൻ പോയി. അത് എന്തുകൊണ്ടാണ്? ഈ ക്ലബിനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതിന്റെ ഒരു 10-15% തിരിച്ചു കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അത്രയും കിട്ടിയാ നമ്മള് ഇത് ഞാൻ ഇന്ന് ഒരാളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഗോവയില് ഇപ്പം കളി കാണാൻ പോയപ്പോഴേ ഇപ്പം അന്ന് എനിക്ക് മന്ത്ലി എനിക്ക് കിട്ടുന്ന എത്ര രൂപയാണോ സാലറി കിട്ടുന്നത്, ആ ഫുൾ എമൗണ്ട് ആണ് ഞാൻ ആ കളി കാണാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ചുമ്മാ കണക്ക് കൂട്ടിയാണ്. അപ്പം എത്ര 10,000-കണക്കിന് ആളുകളായിരിക്കും അങ്ങനെ ഒരു മാച്ച് കാണാനായിട്ട് ഇതിനു വേണ്ടി, എല്ലാ സാധാരണക്കാരായിരിക്കും ഇതില്ലേ. അതെ, ഹബീബ് ബ്രോയ്ക്ക് അറിയാലോ, ആ സ്റ്റേഡിയത്തിൽ മൊത്തം ഒരു 12,000-13,000 പേര് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു 95% KPFC ഫാൻസ് തന്നെ ആയിരുന്നു. 98 എന്നാ ഞാൻ പറയാം. അത്രയും പേര് ട്രെയിനും പിടിച്ചു. അതെ, അതായത് ട്രെയിനും പിടിച്ച് ബസ്സും പിടിച്ച് സ്വന്തമായി വണ്ടിയും പിടിച്ച് എത്രയോ സ്റ്റുഡൻസ്, എത്രയോ ഫാമിലീസ് വന്നു. അതാണ് അത്. ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ രാത്രി ഇത് ഓരോ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് ചെയ്യേണ്ടവരൊന്നും ചെയ്യുന്നുമില്ല. അതെ, അതാണ്. എന്താണെങ്കിലും നമ്മള് ഓൾമോസ്റ്റ് 2 മണിക്കൂർ വേണ്ടി ലൈവ് പോയി കഴിഞ്ഞു. കുറെ ആളുകൾ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അല്ല, നല്ലത് തന്നെ ഫാൻസുകാർ ഓപ്പൺ ആക്കണം. കാരണം ഇങ്ങനെ ഒരു പരിപാടി മാനേജ്മെന്റ് സൈഡിൽ നിന്നേ ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ ആരെങ്കിലൊക്കെ ചെയ്യണല്ലോ അത്. അതെ, ഈ എന്തെങ്കിലും ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന് മറ്റേ കാക്ക കടലിലെ വെള്ളം കോരുന്നതിലാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് എന്താ നമ്മൾക്കൊരു മനസ്സമാധാനം കിട്ടല്ലോ. അപ്പം അതിലെങ്കിലും അങ്ങനെങ്കിലും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറയുന്നത്. ചിലപ്പോ ഈ റീലോ അല്ലെ വീഡിയോ ഇതൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഒരു ഇങ്ങനെ കാണുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ നമ്മള് അങ്ങനെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്ലഷർ വേണ്ടേ. അല്ല, ഇതില് ഈ നമ്മുടെ ഫുട്ബോൾ ക്ലബിന്റെ ഡയറക്ടർ അന്ന് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ടതിനു ശേഷം പുള്ളി ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഏജ്ഡ് വെല്ല്. ഇപ്പൊ ആരാണ് ഏജ്ഡ് വെല്ല് ആയിട്ട് പുള്ളി കണ്ണാടി നോക്കി. അത് കഴിഞ്ഞ ദിവസം ഇത് ഇട്ടപ്പം എന്താ നമ്മുടെ എന്ത് ഇൻസിഡന്റ് വന്നപ്പോഴായിരുന്നു, ഏതോ ഒരു ഇൻസിഡന്റ് വന്നപ്പോ ഞാനൊരു ട്വീറ്റ് ഇട്ടായിരുന്നു. അതായത് പുള്ളി ഇപ്പം കോട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, പോസിറ്റിവിറ്റി. എന്തോ ഇൻസിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കുറെ ഇൻസിഡന്റ് ഉണ്ടല്ലോ, കുറെ ഉണ്ട്. ഏതോ ഒരു ഇൻസിഡന്റ് ഒരുപാടുണ്ടല്ലോ. അതാ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതിലാ ഇട്ടെന്നൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ ബ്രോ. അപ്പൊ നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം വേറെ ആരും ഇല്ല. പിന്നെ ഇനി മതിയായി. ഇത്ര നെഗറ്റിവിറ്റി മതി.
ഓക്കെ 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 ഗൈസ്. അപ്പം താങ്ക് യു എല്ലാ ജോയിൻ ചെയ്തവർക്കും അതുപോലെ ലൈവ് കണ്ടോണ്ടിരുന്നവർക്കും എല്ലാവർക്കും നന്ദി.